ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോമ്പ് 10-ൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ നോമ്പ് 10-ന് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഓരോരോ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 10:30 ആയി കാണും കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് നമുക്ക് ഒരു 3 മണി ആയപ്പോൾ തന്നെ കിച്ചൺ ക്ലോസ് ചെയ്ത് അകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ ഓരോന്നൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പത്തിരിയും പിന്നെ ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് മെയിൻ ഫുഡായിട്ട്. പിന്നെ പൊറോട്ട ഉണ്ട്, അത് നമ്മൾ ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ജ്യൂസിനായിട്ട് മുന്തിരി പുഴുങ്ങിയെടുക്കുന്നുണ്ട്, പിന്നെ നാരങ്ങ വെള്ളവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ സ്നാക്ക് തയ്യാറാക്കാനായിട്ടുള്ള മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് 2ആയിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് സമൂസ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ ഇതാ ഇതുപോലെ ഒരു റോളാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 സമൂസ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 2 അറ്റവും ഒന്ന് നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൊടിയിലോ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 2 അറ്റവും മാത്രം കേട്ടോ, മൊത്തത്തിലല്ല. ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കും സമൂസയും പിന്നെ കട്ട്ലേറ്റും ആണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടെ കട്ട്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരേ ഷേപ്പ് ഒരേ അളവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടപ്പിലാണ് കേട്ടോ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് റെഡിയാക്കുന്ന സമയത്ത് സമൂസയൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ പിന്നെ ആ ഓയിൽ യൂസ് ആക്കൂലല്ലോ. അപ്പോൾ ഇന്നത്തെ മൊത്തം പരിപാടി ഈ ഒരു ഓയിൽ തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഏകദേശം എല്ലാ വിഭവങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യലും കൂടെ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ കിച്ചണും ആകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതൊക്കെ അത് ഓരോരുത്തരായിട്ട് ഓരോന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ പാത്രം കഴുകി, ഒരാൾ അടിച്ചേരി തുടച്ചു, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എല്ലാ വർക്കും തീർന്ന് അകത്തേക്ക് കിടന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 6:15 ആയപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ എല്ലാം ഇവിടെ കൊടുന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും താഴെ ഇരിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പായൊക്കെ വിരിച്ച് അതിലിതാ ഓരോ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ടേബിളിലാകുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ടേബിളിൽ ആണുങ്ങൾക്ക് വെച്ച് കൊടുത്തിട്ട് ഞങ്ങളും കുട്ടികളൊക്കെ ഇവിടെ താഴെ ഇരുന്നിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.